ജീവിതത്തിലുടനീളം പരിഹാസങ്ങളും അവഗണനകളും അനുഭവിച്ച ഒരാളാണ് ജോണോ ലാൻകാസ്റ്റർ. ജനിച്ച 36-ാമത്തെ മണിക്കൂറിൽ തന്നെ സ്വന്തം മാതാപിതാക്കൾ അവനെ ഉപേക്ഷിച്ചു. ട്രീച്ചർ കോളിൻ സിൻഡ്രോം എന്ന ജന്മവൈകല്യമായിരുന്നു ഉപേക്ഷിക്കാനുള്ള കാരണം. മുഖത്തെ എല്ലുകൾ രൂപാന്തരപ്പെടാതെ പോകുന്ന ഈ അവസ്ഥ 50,000-ൽ ഒരാൾക്ക് മാത്രം വരാവുന്ന ഒന്നാണ്. തങ്ങളുടെ ബന്ധുക്കൾ ആര് വന്ന് ചോദിച്ചാലും ജോണോയെ അവർക്ക് കാണിച്ചു കൊടുക്കരുത് എന്ന് എഴുതി വാങ്ങിയിട്ടാണ് ആ മാതാപിതാക്കൾ അനാഥാലയം വിട്ടത്. പിന്നീട് ഒരു അത്ഭുതം നടന്നു. 2 ആഴ്ച മാത്രം പ്രായമുള്ള ജോണോയെ കണ്ടപ്പം ജീൻ ലാൻകാസ്റ്റർ എന്ന യുവതിക്ക് വല്ലാത്തൊരു വാത്സല്യം തോന്നി. അവർ അവനെ ദത്തെടുത്തു. ജോണോയെ മാത്രമല്ല, പലതരം വൈകല്യങ്ങളുള്ള മറ്റ് 5 കുഞ്ഞുങ്ങളെയും ജീൻ ദത്തെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജീനെ നമുക്ക് ദൈവത്തിന്റെ മറുരൂപമായിട്ടേ കാണാൻ കഴിയൂ. തന്റെ ഹൈസ്കൂൾ കാലഘട്ടം ദാരുണമായിരുന്നു എന്ന് ജോണോ. കുട്ടികൾ തന്റെ ചുറ്റും കൂടി നിന്ന് മുഖം വികൃതമാക്കി പിടിച്ച് ഗോഷ്ഠികൾ കാണിച്ചു ചിരിക്കും. തന്നെക്കുറിച്ച് പാരഡി പാട്ടുകൾ പാടും, കളിയാക്കും. അവൻ ഇന്നും കരഞ്ഞാണ് ഉറങ്ങിയിരുന്നത്. ഒരിക്കൽ തന്നെ ഉപേക്ഷിച്ചു പോയ സ്വന്തം മാതാപിതാക്കളെ കാണണമെന്നുള്ള ആഗ്രഹം കലശലായപ്പോൾ അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് അവൻ അവർക്ക് കത്തയച്ചു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചയച്ച കത്തിന് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മറുപടി വന്നു. ഞങ്ങൾക്ക് നിന്നെക്കുറിച്ച് യാതൊന്നും അറിയണമെന്നില്ല. ഇനി ഒരു കത്തയച്ചാൽ ഞങ്ങൾ അതിന് മറുപടിയും അയക്കില്ല എന്നെഴുതി 2 പേരും ഒപ്പുവെച്ചിരുന്നു. ജന്മം നൽകിയ സ്വന്തം മാതാപിതാക്കൾ വെറും 2 വരിയിൽ വീണ്ടും തന്നെ ഉപേക്ഷിച്ചപ്പോൾ അത് ശരിക്കും തന്റെ നെഞ്ചു തകർത്തു എന്ന് പറയുന്നു ജോണോ. പിന്നീട് ഒരിക്കൽ ടീച്ചേഴ്സിന്റെ ആവശ്യപ്രകാരം സ്കൂളിലെ വേദിയിൽ വെച്ച് തന്റെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടികൾ അവന്റെ ചുറ്റും ഓടിക്കൂടി. ജോണോ, എൻ്റെ പാരൻസ് ആരാണെന്ന് എനിക്കറിയില്ല. ജോണോ, എനിക്ക് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നും കുട്ടികൾ അടുത്തുകൂടാൻ തുടങ്ങിയപ്പോൾ അവൻ അത് തിരിച്ചറിഞ്ഞു. മറ്റുള്ളവർക്ക് കരുത്താകാൻ, പ്രതീക്ഷയാകാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ കഴിയും. ഇന്ന് ജോണോ ലാൻകാസ്റ്റർ ലോകം മുഴുവനും സഞ്ചരിക്കുന്ന തിരക്ക് പിടിച്ച മോട്ടിവേഷണൽ സ്പീക്കറാണ്, മോഡലാണ്, അനവധി മോട്ടിവേഷണൽ ബുക്സിന്റെ രചയിതാവാണ്. തന്റെ ജീവിതത്തിന്റെ ഹീറോ താൻ തന്നെയാണ് എന്ന് പറയുന്ന ജോണോയ്ക്ക് ലവ് മീ ലവ് മൈ ഫേസ് എന്ന പേരിൽ ഒരു ഫൗണ്ടേഷനും ഉണ്ട്. മുഖവൈകല്യമുള്ളവർക്ക് കരുത്തേകുന്ന ഒരു ഫൗണ്ടേഷൻ. ഇനി എവിടെയെങ്കിലും ജോണോയെ പോലെ ഒരു വേറിട്ട മുഖമോ രൂപമോ കണ്ടാൽ അവരെ നോക്കി ഹൃദ്യമായി ഒന്ന് പുഞ്ചിരിക്കാൻ, അവരെയും നമ്മളിൽ ഒരാളായി ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കട്ടെ. താങ്ക് യു.